നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അപ്ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആളുമാറി പോലീസ് മർദ്ദനം. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തേടി റൂറൽ എസ്പി. കഴിഞ്ഞ 12-നാണ് പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ അമലിന് പോലീസ് മർദ്ദനമേറ്റത്. വാരപ്പെട്ടിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അറക്കൽ അജേഷ് രാജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നടുക്കുടി പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടത്. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ അധ്യാപകരുടെ കലാസാഹിത്യ മത്സരം വാർഡ് മെമ്പർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരവികസനം 3 മാസം കൂടി സമയം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. കേരള റോഡ് ഫണ്ട് ബോർഡാണ് സാവകാശം തേടി കോടതിയെ സമീപിച്ചത്. എം കെ സാനുമാഷ് അനുസ്മരണം ശനിയാഴ്ച. അനുസ്മരണ യോഗത്തിൽ മുൻ എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. അനുസ്മരണം SNBEd കോളേജ് ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ വിശദമായി. ബാലറ്ററി മോഷണം ആരോപിച്ച മൂവാറ്റുപുഴയിൽ ആളുമാറി പോലീസ് മർദ്ദിച്ച കേസിൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തേടി. റൂറൽ എസ്പിയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തേടിയത്. ബാലറ്ററി മോഷണം ആരോപിച്ച് ആളുമാറി മൂവാറ്റുപുഴ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തേടി. റൂറൽ എസ്പിയാണ് നിർദ്ദേശവും നൽകിയത്. പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ ആന്റണിയുടെ മകൻ അമലിനാണ് കഴിഞ്ഞ 12-ന് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. തന്റെ വീട്ടിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഇൻവെർട്ടറിന്റെ ബാറ്ററി കേടായതിനെ തുടർന്ന് അമൽ മൂവാറ്റുപുഴയിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. മൂവാറ്റുപുഴ PO ജംഗ്ഷനിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാറ്ററി മോഷണം പോയി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 6-അംഗ സംഘം പോലീസ് എത്തി അമലിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. മോഷണം പോയത് 3 വർഷം മാത്രം പഴക്കമുള്ള ബാറ്ററിയാണെന്നും പോലീസ് പിടികൂടിയത് 10 വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ബാറ്ററിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അമലിനെ വിട്ടയക്കുകയായിരുന്നു. അമലിനെ ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച വാർത്ത മൂവാറ്റുപുഴ ന്യൂസ് വ്യാഴാഴ്ച പുറത്തുവിട്ടിരുന്നു. മൂവാറ്റുപുഴ പോലീസിനെതിരെ എസ്പിക്ക് മുമ്പാകെ അമൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് തേടിയത്. വാരപ്പെട്ടിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അറക്കൽ അജേഷ് രാജിന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച നടുക്കുടി പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. വാരപ്പെട്ടിയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അമ്പലമ്പടി വാരപ്പെട്ടി റോഡിൽ നടുക്കുടി പാലത്തിനടിയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ജീൻസും ടീഷർട്ടും ധരിച്ച മൃതദേഹം വെള്ളത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ ഫോൺസും പരിശോധനയിലാണ് അറക്കൽ അജേഷ് രാജൻ എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. അജേഷിനെ കഴിഞ്ഞ 16-ാം തീയതി മുതൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. യുവാവിനെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിന് ഇടയിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ആന്റണി ജോൺ MLA രാവിലെ മുതൽ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് നടപടികൾക്ക് നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക കലാസാഹിത്യ മത്സരം നടത്തി. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരുടെ കലാസാഹിത്യ മത്സരം നടത്തി. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ അധ്യാപക ദിനം ആചരിക്കാൻ കുറച്ച് വീടുകളിലൊക്കെ പോയി കൊടുക്കുകയായിരുന്നു. ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് കാരണം ബാക്കി ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല. വാർഡ് ഗ്രൂപ്പിൽ അത് അറിയിച്ചു. അതുപോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തിരുവോണമാണെങ്കിലും മഹാബലി സന്ദർശിച്ച പോലെ എല്ലാ വീടുകളും ടീച്ചേഴ്സിൻ്റെ വീടുകളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നും ഇവിടെ ഏതാണ്ട് ഒരു മാസത്തിൽ 10-15 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഈ PTA വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഷിയാസ് സാർ എല്ലാ കവികളുടെ ഒക്കെ ജന്മദിനം വളരെ ഭംഗിയായിട്ട് ഇവിടെ ആചരിക്കാറുണ്ട്. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മൂവാറ്റുപുഴ, കല്ലൂർക്കാട്, പിറവം, കൂത്താട്ടുകുളം എന്നീ ഉപജില്ലകളിൽ നിന്നുമായി ലളിതഗാനം, കവിയരങ്ങ്, സംഘഗാനം എന്നീ 3 ഇനങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നും അധ്യാപകർ പങ്കെടുത്തു.
വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. യോഗത്തിൽ മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാലുദ്ദീൻ പുല്ലത്ത്, വിവിധ സബ് ജില്ലാ എഇഒമാരായ സജീവ് MB, ജയശ്രീ TV, രാജേഷ് KM, ശ്രീകല K, HM ഫോറം സെക്രട്ടറി ഷാജി വർഗീസ്, TTI പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിയാസ് PS, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കബീർ PA എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ നഗരവികസനത്തിൽ 3 മാസം കൂടി സമയം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് 3 മാസം കൂടി സാവകാശം തേടി കോടതിയെ സമീപിച്ചത്. നഗരത്തിലെ റോഡുകളുടെ പുനർനിർമ്മാണ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് 3 മാസം സമയം ആവശ്യപ്പെട്ടത് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. 1 വർഷം കൊണ്ട് തീർക്കേണ്ട 1 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള നഗരത്തിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നുൾപ്പെടെയുള്ള പല ആവശ്യങ്ങളും ഉന്നയിച്ച് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷനായി സെക്രട്ടറി OV അനീഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും 3 മാസം സമയം വേണമെന്നായിരുന്നു KRFBയുടെ നിലപാട്. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത ഹർജിക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വൈകിയതെന്ന് കോടതിയെ ബോധിപ്പിച്ചു. ഇനിയും 3 മാസം എന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതുമൂലം ജനങ്ങൾ തീരാ ദുരിതത്തിലാണെന്നും ഓണക്കാലത്തിന് മുൻപ് നഗരത്തിലെ റോഡുകൾ അടിയന്തരമായി റീടാർ ചെയ്യണമെന്നും ആവശ്യമുന്നയിച്ചു. എന്നാൽ മൺസൂൺ ആയതിനാൽ ഇനിയും 3 മാസം സമയം വേണമെന്നാണ് KRFBയുടെ നിലപാട്. കേരളത്തിൽ ജൂൺ മാസം മൺസൂൺ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യത്തിന് പക്ഷേ KRFBക്ക് ഉത്തരമില്ലായിരുന്നു. മൺസൂണിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യത്തിന് സമയമുണ്ടായിരുന്നുവെന്നും എന്നാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഇല്ലായ്മ മൂലമാണ് ജോലികൾ നീണ്ടുപോയതെന്നും അതിന് പദ്ധതിയുടെ ചുമതലക്കാരായ KRFB മാത്രമാണ് ഉത്തരവാദികളെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. 3 മാസം ഒരു സാഹചര്യത്തിലും അനുവദിക്കാൻ പറ്റില്ലെന്നും ഇനി തുടർന്നുള്ള ജോലികൾ എപ്രകാരം ചെയ്യണമെന്നതിനെക്കുറിച്ച് വിശദമായ ഒരു വർക്ക്ഷീറ്റ് തന്നെ ഹാജരാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അതിൽ ഓരോ ദിവസവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലികളെപ്പറ്റി വിശദമായി പ്രതിപാദിപ്പിക്കണമെന്നും ഈ വിവരങ്ങൾ കാണിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുന്നു. കേസ് തുടർ നടപടികൾക്കായി 26 മാറ്റിവെച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പ്രൊഫസർ MK സാനുമാഷ് അനുസ്മരണം ശനിയാഴ്ച അജു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് പ്രൊഫസർ MK സാനുമാഷ് അനുസ്മരണം നടത്തുന്നത്. ശനിയാഴ്ച 3:30 മൂവാറ്റുപുഴ SNBEd കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുമാരനാശൻ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷത വഹിക്കും. വാഴപ്പള്ളി കനകമംഗലം പരേതനായ ഗോപാലപിള്ളയുടെ ഭാര്യ CP രാജമ്മ 90 നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മക്കൾ മായ, ചന്ദ്രിക, പ്രദീപ്, ഷീല. മരുമക്കൾ ചന്ദ്രൻ, പരേതനായ ജഗദീഷ്, സീത, രവീന്ദ്രൻ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.